പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത മുംബൈ സിറ്റി എഫ് സിയുടെ കോച്ചായിട്ടുള്ള ഡസ് ബക്കിംഗവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഡസ് ബക്കിംഗം എന്ന ഈ ഒരു കോച്ചിന്റെ കീഴിൽ മുംബൈ സിറ്റി എഫ് സി മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ സീസൺ പകുതിയാകുമ്പോഴേക്കും ഈ ഒരു കോച്ച് ക്ലബ്ബ് വിടുകയും കോച്ചിനെ ഓക്സ്ഫോർഡ് എഫ് സി എന്ന ഇംഗ്ലീഷ് ക്ലബ്ബ് ടീമിലെത്തിക്കുകയായിരുന്നു. ഇന്നലെ ഫുട്ബോൾ ലീഗ് 1 ഫൈനൽ മത്സരമായിരുന്നു. ആ ഒരു മത്സരത്തിൽ അങ്ങനെ ഡസ് ബക്കിംഗത്തിന്റെ ടീമായിട്ടുള്ള ഓക്സ്ഫോർഡ് യുണൈറ്റഡ് എഫ് സി വിജയിച്ചിരിക്കുകയാണ്. ഏകപക്ഷീയമായ 2 ഗോളിന്റെ ലീഡിലായിരുന്നു ഡസ് ബക്കിംഗത്തിന്റെ ടീം വിജയിച്ചിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോൾ ഓക്സ്ഫോർഡ് യുണൈറ്റഡ് എന്ന ഈ ഒരു ടീമിനെ ചാമ്പ്യൻസ് ആക്കിയിരിക്കുകയാണ് ഡസ് ബക്കിംഗം. EFLലേക്ക് ഓക്സ്ഫോർഡ് യുണൈറ്റഡ് എന്ന ഈ ഒരു ടീമിന് പ്രൊമോഷൻ നേടിക്കൊടുക്കാനായിട്ട് ഡസ് ബക്കിംഗം എന്ന ഈ ഒരു കോച്ചിന് സാധിച്ചു. മാത്രമല്ല സീസൺ പകുതിയാകുമ്പോഴാണ് ഡസ് ബക്കിംഗം എന്ന ഈ ഒരു കോച്ച് ആ ഒരു ടീമിന്റെ പരിശീലകനാവുന്നത് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. മികച്ചൊരു റിസൾട്ട് തന്നെയാണ് ഡസ് ബക്കിംഗം ആ ഒരു ടീമിൽ ഇപ്പോൾ നേടിക്കൊടുത്തിട്ടുള്ളത്. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള ഡിമിട്രോസ് ഡാമൻഡാക്കോസുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ഇന്നലെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ ക്യാപ്റ്റനായിട്ടുള്ള അഡ്രൈൽ ലൂണയുടെ കോൺട്രാക്ട് പുതുക്കിയതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല 2027 വരെയുള്ള ഒരു കോൺട്രാക്റ്റിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പുറത്തു വന്നുള്ള വാർത്ത അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന് ഇതുവരെ ഡിമിട്രോസിന്റെ കോൺട്രാക്ട് പുതുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു ഓഫർ മുന്നോട്ട് വെച്ചെങ്കിലും താരത്തിന് അതിൽ സൈൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടായിരുന്നില്ല. അതിന് കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ലോങ് ടൈം കോൺട്രാക്ട് ഒന്നുമല്ലായിരുന്നു ഡിമിട്രോസിന് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വർഷത്തേക്ക് കൂടി ഡിമിട്രോസിന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാനാണ് നിലവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മറിച്ച് ലോങ് ടൈം കോൺട്രാക്ട് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഡിമിട്രോസിന് ഓഫർ ചെയ്യുന്നതെങ്കിൽ താരം എന്തായാലും ടീമിൽ തുടരുമെന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഡിമിട്രോസിനെ പോലത്തെ ഒരു താരത്തിനെ ടീമിൽ നിലനിർത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.